അന്ന് 2010 ഓഗസ്റ്റ് മാസത്തിൽ മൈക്കൽ ബ്രാഡ്ലിയുടെ അമേരിക്കക്കെതിരെ ഒരു കൊച്ചു പയ്യൻ ബോട്ട് കെട്ടി ഇറങ്ങിയപ്പോൾ അധികം ആരും അന്ന് അത്ഭുതപ്പെട്ട് കാണില്ല. വെട്ടിയൊതുക്കിയ തലമുടിയും അഴിഞ്ഞു നിന്ന കാനൽ കുപ്പായമായി അവൻ കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴും ഇടത് മൂലയിൽ നിന്നും പാഞ്ഞെത്തിയ ആ പന്തിനെ തലവെച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ വല ചലിപ്പിച്ചപ്പോഴും ബ്രസീലുകാർ ആരും തന്നെ അവനെ അന്ന് ഒരു സ്വപ്ന ഗോപുരത്തിന് മുകളിലും പ്രതിഷ്ഠിച്ചിരിക്കാനിടയില്ല. ആദ്യമേ മിന്നിത്തിറങ്ങി ക്ഷണം നേരം കൊണ്ട് കൊള്ളിയാൻ പോലെ കത്തിത്തീർന്ന നഷ്ടപ്രഭകളിൽ ആരുമായോ അവനെ സാമ്യപ്പെടുത്തുവാൻ തന്നെയായിരുന്നു അന്ന് മാധ്യമങ്ങൾ പോലും വാ തുറന്നത്. പക്ഷേ അവനന്ന് ഒരു യാത്ര തുടങ്ങുകയായിരുന്നു. ദിക്ക് കാട്ടുന്ന താരകങ്ങളെയോ ദിശാസൂചകങ്ങളെയോ ഒന്നും വകവയ്ക്കാത്ത, ആരെയും പിന്തുടരാത്ത, സ്വന്തം വഴിയിൽ വഴിതെറ്റാത്ത ഒരു ദീർഘയാത്ര. ആത്മവിശ്വാസം മുറ്റിയ അവൻ്റെ ഓരോ ചുവടുകളും ആരാധകരുടെ ഹൃദയം കവർന്നുകൊണ്ടേയിരുന്നു. ഒരു ബാലറ്റ് നർത്തകന്റെ തികവോടെ അവൻ കളത്തിൽ ചുവട് വെച്ചുകൊണ്ടേയിരുന്നു. പന്തിനെ കാൽക്കീഴിൽ ഭരിച്ചുകൊണ്ടേയിരുന്നു. പുകൾപ്പറ്റ പ്രതിരോധ കോട്ടകൾ പോലും അവൻ്റെ നീക്കങ്ങളിൽ ഗണിക്കാനാകാതെ കുഴങ്ങി വീഴുന്നുണ്ട്. മഞ്ഞക്കുപ്പായത്തിൽ കൂട്ടുകാർക്കൊപ്പം അവൻ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടേയിരുന്നു. പോകെ പോകെ എതിരുന്നവർ അവൻ്റെ ഉടലിനെ ഉന്നമാക്കാൻ തുടങ്ങി. അവനെ തോൽപ്പിച്ചത് അത്രയും പരിപ്പുകളായിരുന്നു. എന്നാൽ പക്ഷേ ബ്രസീലിന്റെ ഹൃദയപക്ഷം ചേർത്തവരുടെ പ്രാർത്ഥനകൾ എന്നും അവൻ്റെ ബൂട്ടിനൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. അവൻ മുടന്തി വീണപ്പോഴെല്ലാം അവരിൽ നിന്നും ഉയർന്ന തൊണ്ട പൊട്ടുന്ന മുറിവിളികൾ അവരുടെ ദൈവങ്ങൾ കേട്ടിരിക്കണം. ഉള്ളുകൊള്ളുന്ന ചൂടിലും അവൻ തിരികെ നടന്നുകൊണ്ടിരിക്കുന്നു. കരഞ്ഞു മടങ്ങാനാണെങ്കിൽ തുടങ്ങേണ്ടതില്ലായിരുന്നല്ലോ എന്നായിരുന്നു അവൻ്റെ ഭാവം. അവൻ്റെ യാത്രയുടെ ദൂരം വളർന്നവർക്ക് കണക്കുകൾ ഒന്നൊന്നായി തെറ്റിക്കൊണ്ടേയിരുന്നു. എണ്ണപ്പെട്ട മത്സരങ്ങളിൽ മാത്രം സെൽഫാബ് ജയിച്ച് അണിഞ്ഞേക്കാമെന്ന വിധി കുറിച്ചവർക്ക് മുന്നിൽ 100 എഴുതി ചേർത്തൊരു കുപ്പായവുമായി വീണ്ടും അവൻ ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. റെക്കോർഡുകളും പുരസ്കാരങ്ങളും ആയിരുന്നില്ല അയാളുടെ ലക്ഷ്യം. എതിരെ വരുന്നവൻ്റെ ലക്ഷ്യത്തെ നിരാശപ്പെടുത്തണം. ചലനങ്ങൾ കൊണ്ട് കാൽപന്ത് കളിയുടെ ഈറ്റലുകളിൽ ആരാധകരുടെ ഹൃദയം കവറി. എന്നാൽ അതെല്ലാം അയാളുടെ ജീവനെടുക്കും തരം ഓർമ്മകൾ മാത്രമാണ് സമ്മാനിച്ചു തുടങ്ങിയത്. 2014 തുടങ്ങിയ വേദനയുടെ കഥ ഇന്നും അയാളെ വിടാതെ വേട്ടയാടുന്നത് കാണാം. പിന്നീട് പല ദിനങ്ങൾ, പലതിലും പതിവിലും വേഗതയില്ലാത്ത നിയമം. മഞ്ഞക്കുപ്പായക്കാർക്ക് വേണ്ടി ശേഷം 2 തവണയും വിശ്വവേദിയിലേക്ക് എത്തിയപ്പോഴെല്ലാം നീളുന്ന ഓർമ്മകൾ മാത്രമായിരുന്നു അയാൾക്ക് കിട്ടിയത്. ഒടുവിൽ ഇത്തവണ അവസാന നാളുകളിൽ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു വന്ന യാത്രയിൽ മറ്റൊരു വിശ്വവേദി കൂടെ. പക്ഷേ തൻ്റെ ഉയിരും മുടലും ബലി കൊടുത്ത ആ ജേഴ്സിയിലേക്ക് എത്താൻ പോലും അയാൾക്കും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരികയാണ്. നെയ്മറില്ലാത്ത ബ്രസീൽ യുഗത്തിന് പോലും പലരും തറക്കല്ലിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒടുക്ക തങ്കത്തിനായി അയാൾ തന്നെ സ്വയം മെരുക്കിയെടുത്ത് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആൻസലോട്ടിയുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ വീണ്ടും നെയ്മർ എന്ന കാൻ്റെ പക്ഷി വീണുപോകുന്നുണ്ട്. ബ്രസീലിന്റെ ഭാഗതയും വഹിച്ച തലമുറകളിൽ എണ്ണപ്പെട്ടവർ മാത്രം എത്തിച്ചേർന്നിടത്താണ് എന്നും അവൻ നിൽക്കേണ്ടത്. ഇന്നും അവൻ ഇറങ്ങുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ആരാധകർ അവൻ്റെ ബൂട്ടിലേക്ക് കണ്ണയക്കാൻ കാത്തിരിക്കുക തന്നെയാണ്. കാരണം പണ്ടെപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകളിൽ ഒരിക്കൽ കൂടി നേരിൽ ദർശിക്കാനായി. ഒരുപക്ഷെ പഴയ നെയ്മർ ആയിരിക്കില്ലേ അത്. പഴയതുപോലെ പന്തിനെ അനുസരിപ്പിക്കും വണ്ണം അയാളുടെ കാലുകൾക്ക് വഴക്കം മറന്നേക്കാം. കൂടെ ഗോൾ നേടാതിരിക്കാം. ഫലം എന്തു തന്നെയാകട്ടെ, അയാളുടെ സാന്നിധ്യം ഒന്നു മാത്രം മതി ബ്രസീലുകാർ അനുഗ്രഹീതരാകാൻ. മുന്നിലുള്ള കഠിന വഴികളെല്ലാം താണ്ടിക്കൊണ്ട് ബ്രസീലിൻ്റെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന ഖ്യാതിയും അവരുടെ നഷ്ടപ്പെട്ട സുവർണ്ണ കാലഘട്ടത്തെ തിരികെ കൊണ്ടുവരാൻ എല്ലാം ഒന്നിൽ ആവാഹിച്ച് പിറവി കൊണ്ട് ആയുസെന്ന വിധിയും എല്ലാം ഒരിക്കൽ കൂടി അയാളെ ബ്രസീൽ ജേഴ്സിയിലേക്ക് എത്തിക്കുമെന്നും അതിൽ അറിയാതെ അർമാദിക്കാനുമാണ് ഒരു ജനതയുടെ ഹൃദയം ഇന്നോളം കാത്തിരിക്കുന്നത്. പഴയ നെയ്മർ ആ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠയായി തുറന്നുകൊണ്ടിരിക്കട്ടെ. പക്ഷേ പുതിയ നെയ്മർ മുടന്തിയാണെങ്കിലും ഹൃദയത്തെ സന്തോഷിപ്പിക്കുമെന്ന് കരുതുന്നു. മനസ്സിൽ ആ വിശ്വകിരീടം ഉയർത്തി നിൽക്കുന്ന ഒരു മായാ കാഴ്ചയുണ്ടെങ്കിലും ഇന്നത്തെ ബ്രസീൽ നിങ്ങൾക്കത് നേടിത്തരുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ പോലും മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും ഒന്നുണ്ട്, വേദന സഹിച്ച് കടിച്ചമർത്തി ഖത്തറിൽ അന്ന് പലരും പരാജയപ്പെട്ടിടത്ത് സ്വയം ഇറങ്ങിച്ചെന്ന് ക്രൊയേഷ്യൻ ഡിഫൻസിനെ പിളർത്തിക്കൊണ്ട് ലിവാക്കോവിച്ചിനെ നിഷ്പ്രഭമാക്കി നിങ്ങൾ നേടിയ ആ നിമിഷമുണ്ടല്ലോ, അങ്ങനെയൊന്നും മാത്രം മതി പിന്നീടുള്ള കാലമെങ്ങോളം ജീവിതത്തിൽ എനിക്ക് സൂക്ഷിക്കാൻ. നെയ്മർ ആരായിരുന്നു അവർക്ക് എന്നതിന് അത്തരം ചിത്രങ്ങൾ ചരിത്രത്തിൽ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ അയാളില്ലാതെ ആൻസലോട്ടി നിങ്ങൾക്ക് ആ വിശ്വവേദിയിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. അതിനായി നെയ്മർ സിൽവ സാന്റോസ് എന്ന നാമം ഒരിക്കൽ കൂടി ആ കുപ്പായത്തിലും കമൻട്രികളിലും നിറഞ്ഞു നിൽക്കുന്ന നാളുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഈ ഫുട്ബോൾ ലോകം. കൂടെ കേരളത്തിൽ ഞാനടങ്ങുന്ന അയാളെ മനസ്സാൽ വരിച്ച് ഇന്നും ഓരോ വൈകുന്നേരങ്ങളിലും നെയ്മറായി ജീവിക്കുന്നു.